അനി അമ്മച്ചി വീണടാ. അമ്മ എന്തിനു പറ്റി അമ്മ? എടാ വെള്ളം ഇറ. എടാ നോക്കിയോണ്ടിക്കകത്തി വെള്ളം ഇറ. എടുത്തു മാറ്റാ. ഇതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണം. മുരളിയണ്ണ അമ്മച്ചി അവിടെ വീണണ്ണ. ഓടി വാണ മുരളിയണ്ണ. അണ്ണ ചെറിയ അവിടെ നാക്കിതാണ്. ചെറിയ അവിടെ ഇത് ഞായറാഴ്ച ചിക്കനൊക്കെ വെച്ച് തകർക്കാന്ന് തന്നെ. മാമി തളർന്നു വന്നു കേട്ടാ. നമ്മളിപ്പോ ആശുപത്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഏതാ ആശുപത്രിയില്? ഏജയില് കേട്ടാ. ഇപ്പൊ എങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം? വേണ്ട, നീ സുമയ മക്കളെ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോ. അവിടെ വാവച്ച് ഒറ്റയ്ക്കേ ഉള്ളൂ. ഓ ഹലോ അണ്ണാ. എന്തരണ്ണ? മാമി തളർന്നു വേണമെന്ന്. സീരിയസ് എന്നാണ് തോന്നണ കേട്ടാ. മാമി എന്ന് പറയുമ്പോ വൈഫിന്റെ അമ്മേ. ഓ അപ്പൊ ഇപ്പൊ വിളിച്ച മുരളി അണ്ണനാ? ഓ അവർക്ക് മുമ്പ് ഒരിക്കൽ ഇതെനിക്ക് എന്തിനാ വന്നില്ലേ? ഇതിപ്പോ 3ാമത്തെ അറ്റാക്ക്. എൻ്റെ അടുത്ത് ആശുപത്രി ചെല്ലണ്ട, വീട്ടിലോട്ട് പോവാൻ. തന്നല്ലേ? ഇതിപ്പോ ചിക്കനൊക്കെ വേസ്റ്റ് ആവല്ലേ അണ്ണ? പെണ്ണുങ്ങൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുവാടാ. അതെന്ത് പെണ്ണുങ്ങൾക്ക് എന്ത് ഹാർട്ട് ഇല്ലേ? ബോഡി എപ്പോ കൊണ്ടുവരും? അതെനിക്കെങ്ങനെ അറിയാം? എന്തായാലും ചിക്കൻ ഗ്രില്ല് ചെയ്യണം, സാധനം എടുക്കണം. കാശുണ്ടാ? കാശ് ഒപ്പിക്കാം. അണ്ണാ നിങ്ങൾ മരിപ്പറിയ ആര്? ആടെ നമ്മളെ സാവിത്രി വെച്ച് മരിച്ചുപോയി. ഏത് കടയിൽ മുരളേണ്ട അമ്മായിയമ്മേ തന്നെ? ഓ എപ്പം? ആണ്ടെ ഇപ്പം. നിങ്ങൾ പെട്ടെന്ന് ഈ ട്യൂബൊക്കെ പറയി കൊണ്ടുവച്ച് കെട്ട്, അല്ലെങ്കിൽ ഇതും ആ പപ്പൂട്ടി കൊണ്ടുപോകും. പപ്പൂട്ടി എന്തിനു കൊണ്ടുപോണ? അവനൊക്കെ തോട്ടന്റെ അക്കരെ വരെയുള്ള മരിപ്പേ ഉള്ളൂ. ഇക്കരത്തെ മരിപ്പൊക്കെ എനിക്ക് തന്നെ. ആ കൊണ്ടുവച്ച് കെട്ടാൻ തന്നെ അറിയാം. നീ വണ്ടി ഇറേ. ഞാൻ എന്തിനാ വാടാ പോടാ. ഇപ്പഴേ വേണം തരണ. വൈകിട്ട് കൊണ്ട് ചെടിയാ പോരെ? പറയാൻ പറ്റൂല. ആ പപ്പൂട്ടി കൊണ്ട് കെട്ടിക്കളഞ്ഞാല് ഒന്നാമത് അവരെ ബന്ധുവാണ് അവൻ. ഓ നമ്മളിവിടെ എത്തിച്ച രാജേന്ദ്ര. എന്തായാലും ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും. രാജേന്ദ്ര വീട്ടിലെത്തിയാ? ഞങ്ങളിവിടെ എത്തിയണ്ണ. ഞാനും സുമൊക്കെ എത്തി. ഓ പിന്നെ വാവച്ചി വീട്ടിലുണ്ടല്ലോ. പിന്നെ അവളവിടെ പോവാൻ. ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യണേ റിസപ്ഷനിൽ. ആ പേഷ്യന്റ് മൊത്തം നനഞ്ഞിരിക്കണേ. എന്നിട്ട് അതാണ്ട് അമ്മച്ചി ദേഹം തളർന്ന് വീണപ്പോഴേ യവായി വെള്ളം കോരി കുടഞ്ഞത്. ഇങ്ങനെയും കുടയോ? ഞാൻ വിചാരിച്ച അവർ അറ്റാക്ക് വന്ന് കിണറ്റിലാ കണ്ട വീണെന്ന്. ജസ്റ്റ് എന്താടേ? അല്ല മരിച്ചെന്നറിഞ്ഞ പിന്നെ ട്യൂബൊക്കെ വെച്ചിട്ടാനായിട്ട്. നാടവനെ ആരാടാ മരിച്ചെന്ന് പറഞ്ഞ? പഞ്ചഭാവി മരിച്ചില്ലേ? ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് അണ്ണ ഇപ്പം വിളിച്ചാൽ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചെന്നാ. പോകണ്ണ പോകണ്ണ അങ്ങോട്ട്. ഇനി ഇന്ന് അടി കിട്ടും. നില്ല്, അവൻ കോളെടുക്കട്ട്. ആ മുരളിയണ്ണ എപ്പോ? മരിച്ചടാ, മരിച്ചു. ദാണ്ടേ ഇവിടുത്തെ അമ്മച്ചി മരിച്ചുപോയി. ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നു. അയ്യോ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ ആ അമ്മച്ചി കണ്ടാണല്ലോ. ആ ഇപ്പൊ മരിച്ച്. നിങ്ങളെ ഇതെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് വായിര്. ചേട്ടാ നമ്മള് വേറെ എവിടെ കൊണ്ടുപോകാൻ ചേട്ടാ? ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ചേട്ടാ. ഇതുവരെ ഇതൊന്നും സെറ്റ് ആയില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ പറയാൻ പറഞ്ഞു. മക്കളെ എന്നാ പിന്നെ എത്തിപ്പോരും നിർത്തടാ. പിന്നെ വൈകിട്ടത്തെ പ്രോഗ്രാമിന് നിങ്ങൾ പോയിരുന്നു വായിക്കോ? അണ്ണാ ഇപ്പൊ ആശുപത്രിയിലെന്നല്ലേ പറഞ്ഞേ? ബോഡി കൊണ്ടുവരുമ്പോൾ നമ്മൾ നിർത്തിക്കോളാം. പോരെ? റെഡി 1 2 3 4. തോന്നയ്ക്കൽ ഐക്കുട്ടിക്കോണം അസംബ്ലി മുക്കിൽ മടത്തുവിളാകത്ത് വീട്ടിൽ സാവിത്രിയമ്മ 76 വയസ്സ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഹൃദയാഘാതത്തിന്റെ ഘാ നീ അന്നത്തെ പോലെ സഖാവിന്റെ ഘാ വയ്ക്കരുത്. സംഗീതകായാണേ. ഇതെന്തൊരു പറ്റിയേ? മരിച്ചു പോയത് മാമാ. എങ്ങനെ മരിച്ചെന്നാണ് ചോദിച്ചേ?
അറ്റാക്കായിരുന്നു. നല്ല വെള്ളമടിയായിരുന്നല്ലേ? ആര്? സാവിത്രി അമ്മച്ചിയ? അവരാണോ മരിച്ചത്? ഞാൻ വിചാരിച്ച മുരളിയാ മരിച്ചത്. ആ കൊഞ്ഞ ആ സ്ഥലത്തോടെ മാറിപ്പോയി ഇരിക്കും. കണ്ടും പുല്ലും കണ്ടുകൂടാതെ. ഹലോ അച്ഛാ. ആ മക്കൾ അറിഞ്ഞായിരുന്നാ? ഓ അച്ഛാ, രാജേന്ദ്ര ചിറ്റപ്പൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് വരാൻ പറ്റുമോ? അച്ഛാ, എൻ്റെ ജോബ് വിസ അടിച്ച് കിട്ടിയിട്ടില്ല. അത് പ്രോസസ്സിങ്ങിലാണ്. ആ അപ്പോൾ അത് കിട്ടാനായിട്ട് 2-3 ദിവസം കൂടെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും. ഓ അമ്മ എങ്ങനെ ഇരിക്കണം അച്ഛാ? ആ അമ്മ ഞങ്ങൾ ആശുപത്രി നിൽക്കണേ മക്കളെ. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം എന്നാൽ. എടീ, ഫോൺ അടിക്കുന്നു. എന്റെ ഫോൺ അടിക്കുന്നു. അഞ്ജലിയുടെ വീട്ടീന്നാ? എടുക്ക്. ഹലോ, തോന്നക്കലിന്നാണേ. അഞ്ജലിയുടെ അമ്മമ്മ മരിച്ചുപോയി. ആരെ? മാമി മരിച്ചത്. അവിടെ ആരാണ്ടോ മരിച്ചെന്ന്. ആര് മരിച്ചെന്ന്? ആരാണ്? മുരളി, അഞ്ജലിയുടെ അച്ഛൻ. അഞ്ജലിയുടെ അച്ഛൻ മരിച്ചെന്ന്. മുരളിയോ? അയ്യോ, എന്തു പറ്റി? ആ ഫോണിങ് വന്നേ. എങ്ങനെയാ മരിച്ചത്? അറ്റാക്കായിരുന്നു. ഇതാരാ സംസാരിക്കുന്നത്? മുരളിയാണ്. അന്നേരം മരിച്ചെന്ന് പറഞ്ഞത് ആരാ? മാമിയെ, അഞ്ജലിയുടെ അമ്മമ്മ. മുരളിയല്ല, അഞ്ജലിയുടെ അമ്മൂമ്മ മരിച്ചത്. അണ്ണാ 2 ചായ. എൻ്റെ കാശുണ്ടടാ. എൻ്റെ കാശുണ്ടല്ലോ. പിന്നെ ആ നേഴ്സുണ്ടല്ലോ, അവരമ്മച്ചി എന്താ നനഞ്ഞിരിക്കുന്നു ചോദിച്ചപ്പം ഞാൻ ഒന്ന് പേടിച്ചു കേട്ടാ. നീ ആ വാട്ടർ സ്പ്രേ എടുത്ത് അടിച്ചുകൊണ്ടാണ് അവർക്ക് അറ്റാക്ക് വന്നെങ്കിലാ. നീ തന്നിട്ടേ പറയണം. അവർ താർന്ന് തരവിന് ശേഷമല്ലേ നമ്മളെ എടുത്ത് ചടിച്ചത്? നമ്മളല്ല, നീയാണ് അതെടുത്ത് വെച്ച് അടിച്ച. അവർ ചിലപ്പോൾ കാര്യത്തിൻ്റെ വീണതായിരിക്കും. നീ അതെടുത്ത് വെച്ച് അടിച്ചുകൊണ്ടായിരിക്കും അറ്റാക്ക് വന്നത്. പറയാൻ പറ്റൂല. എന്നാലും ആ അമ്മച്ചിയുടെ ഒരു വിധി. നിന്റെ കൈ കൊണ്ടൊക്കെ ചാവണമെന്ന് പറഞ്ഞ സന്ദേഹം. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ മാത്രമല്ലേ കണ്ടോളൂ. എൻ്റെ കാശ് വല്ലതും ഉണ്ടോ? ഒന്നുകൂടി പോകാൻ വെച്ച 2 പൊറോട്ട ഒരു ബീഫും. രാജേന്ദ്രനാണ് മറ്റേ ആറ്റിങ്ങ താമസിക്കേണ്ട ബന്ധുക്കളില്ലേ നളിനി ഇലിയിലേക്ക്, അവരൊക്കെ നമ്പർ തിങ്ങെടുത്താണ്. ഞാൻ നാട്ടെ മരിപ്പൊന്ന് വിളിച്ചു പറയട്ടെ. അതൊക്കെ മുരളിയാണ് വിളിച്ച് പറഞ്ഞാണോടാ? എന്നാ ഞാൻ കൂടെ വിളിച്ച് പറയട്ടെണ്ണ, അവരൊക്കെ അറിയട്ടെ ഞാനാണ് ഇവിടെ ഇടിച്ചിരിക്കണേന്ന്. അവരൊക്കെ വോട്ടിപ്പോഴും നമ്മളെ വാർഡിലാണ്. എൻ്റെ അവർ നമ്പർ ഒന്നുമില്ലടാ. അണ്ണാ, നിങ്ങൾ വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് നോക്കണ്ണ, നമ്പർ കാണും. ഞാൻ ഗ്രൂപ്പിലും കുഴപ്പമൊന്നുമില്ലടാ. എടാ കുമാരേ, ഓ, കാറിലാണ് ആശുപത്രി കൊണ്ടുപോയത്. അവളെ കാറിലാണോ കൊണ്ടുപോയത്? ഉള്ളുള്ള കാറിലാണ് അറ്റാക്ക് വന്ന് അവളെ ആശുപത്രി കൊണ്ടുപോണത്. ഉമ്മയാണ് അവള് മരിച്ചത്. അതിപ്പോ എന്റെ അടുത്ത് വെച്ചാൽ എങ്ങനെ? ആംബുലൻസ് വിളിച്ച് വിട്ടിരുന്നെങ്കിൽ അവള് രക്ഷപ്പെട്ടു പോയത്. അവള് മരിച്ചു പോകാൻ വല്ലതും ആയാ? പരമ കഷ്ടം തന്നെ അവളെ കാര്യം. നിങ്ങളടുത്ത് മിണ്ടൂല അങ്ങേരി? നമ്മളെയൊന്നും അംഗീകരിച്ചിട്ടില്ലല്ലോ. കറാൻകുട്ടി കിളവൻ തന്നെയല്ലേ ഇത്? അമ്മ ആശുപത്രി പോണില്ലേന്ന്? ഓ, താ പോണം മുറകളെ. ഓ, അണ്ണൻ ചെല്ലണ്ണ, ഇവിടെ ഞാൻ ഉണ്ടല്ലേ. പിന്നെ ബോഡി എപ്പോൾ എടുക്കാന്ന്? ദൂരം ഒന്നും ആരും വരാനില്ലല്ലേ? മുരളിയുടെ മോന് വരാൻ പറ്റുള്ളതാണ് വിളിച്ചു പറഞ്ഞത്. എന്നാ പിന്നെ നമുക്ക് 2 മണിക്ക് എടുത്തൂടെ? അത് എടുക്കണ കാര്യം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. കരയോക്കാർ വരട്ടാദ്യം. അതെന്ത് കരയൊന്നും തീരുമാനിച്ചാലേ പറ്റുള്ള? വാർഡ് മെമ്പർ തീരുമാനിച്ചാൽ തൊക്കൂലേ? ബോഡി ഇപ്പം എങ്ങെത്തും? സകല ബന്ധുക്കളും അപ്പുറം കിടക്കണവര്. പിന്നെ വെച്ച് താമസിപ്പിക്കണതിന് രാജേന്ദ്രണ്ണ നമുക്ക് 2 മണിക്ക് തന്നെ എടുക്കാം. കരയും ചോദിക്കണമെങ്കിൽ വാർഡ് മെമ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. നമ്മളിവിടെ നിന്ന് ഇറങ്ങേണ്ട സമയം കൂടെ ഒന്ന് പറഞ്ഞു തരാവോ? ചേച്ചി, അത് ഇന്ന് 12:40 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ചേച്ചി. അതുവരെ മീനരാശിയാ. ഓ ഓ ഓ, അങ്ങനെ ചെയ്യാം. ഇവിടെ ആരും മരിച്ചടാ? ആരടാ? അതല്ലടാ ഞാൻ ചോദിച്ചത്. അണ്ണ ഇവിടെ ആര് മരിച്ചത്? ആണ്ടാ അവിടെ അമ്മച്ചിയടാ. ഓ, അവക്കൊരു അമ്മൂമ്മയുണ്ട്, അവരായിരിക്കും. നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനോ? ഇത് മരണ വീടാണ്. ആർക്ക് വേണോ കുറെ ആരും ശ്രദ്ധിക്കൂല. നീ വാങ്ങട്ടെ, ഞാൻ ഇല്ലേ നിന്റെ ഇവിടെ. ഇവിടെ കേട്ടിട്ട് എന്തിനാണ് അതെന്തൊരു തട്ടിയത്? എന്റെ അളിയ, നീ ആദ്യം അവളെ ആ വീട്ടിൽ കയറിയിട്ട് നീ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും. എടാ, നീ കര അവളെ ഫ്രണ്ടിൽ കിടന്ന് കാള കരയും പോലെ കര. നീ
എടാ ഒരു പെണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആണൊരുത്ത് ഇങ്ങനെ കരയുമ്പോൾ അവള് ഇമോഷണലി നീ ആയിട്ട് കണക്ട് ആവൂടാ. അവൾ അമ്മ മരിച്ചിരിക്കുമ്പോ മരിച്ചിരിക്കില്ല, മരിച്ച് കിടക്കുകയായിരിക്കും. ഫൺ കൾട്ട് ഫൺ. അഞ്ജലിയുടെ അമ്മൂമ്മ എന്നോട് ക്ഷമിക്കണേ. നീ പെട്ടെന്ന് കയറിപ്പോ. നീ കണ്ടല്ലേ എനിക്ക് അതെന്ത് എടാ ഈ മരിപ്പ് വീട്ടിലെ ഈ ആൾക്കാർ കരയണ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചു പോവും. നീ പോയിട്ടോ. ഒറ്റയ്ക്കാ? എടാ ഞാൻ ഇവിടെ ഇല്ലേ, നീ പോയി വളയാളിയാവളാ തീർക്കടാവും കൂടാ. രതീഷേ, നീ മുരളിയെന്നെ വിളിച്ചിട്ട് ഏത് ഭാഗത്താണ് നടക്കണേന്ന് പോയി. അത് ചോദിക്കാതിരിക്കണേ, അടക്കേ മുരളി അടക്കണം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഭൈരവാ, നീ ഇവിടെ വെട്ടി ഒരുക്ക ആളെ വിടുന്നുണ്ട്. എവിടാ? എടാ ഞാൻ ഒരു ബംഗാളി അങ്ങോട്ട് അയച്ചടാ, അവ എത്തിക്കണോല്, നീ നോക്കിയാണ്. അണ്ണാ ഇതുകൊണ്ട് ഒരു തവണ കറങ്ങണണ്ട. ആരാ അത്? അക്കരെ ഒരു മരിപ്പ് വീട്ടിലേ ഇതുപോലെ ഒരു നിന്ന് കറങ്ങിയാണ്. എത്തിക്കഴിഞ്ഞപ്പോ പപ്പുടിയുടെ ജനറേറ്റർ ഓടിച്ചോണ്ട് പോയി. എന്താ അവിടെ കറങ്ങണ? നീ എവിടെ ഉള്ള? നീ ഇവിടെ നിന്ന് ഇറങ്ങിയ അങ്ങനെ? നീ ഭൈരവയച്ച ആളല്ലേ? ആരുടെ? അണ്ണാ ഇത് കണ്ട് ഇവിടെ വെട്ടി ഒരുക്കാനായിട്ടേ ഭൈരവയച്ച ബംഗാളി. അത് ശരി, ജനറേറ്ററിനടുത്ത് ഇറങ്ങിയപ്പം ഞാൻ വിചാരിച്ചു. അല്ല, നിന്റെ മമ്മട്ടി വെട്ടോത്തിയും തന്നേച്ചില്ലേ? മമ്മട്ടി വെട്ടോത്തി നെഹി. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നടന്നു എടുക്കാം. വാ ജോ വാടാ. അങ്ങോട്ടല്ല, അവിടെ ആ സൈഡില്. നിനക്കൊരു മന്ദത എന്ത്? നിനക്ക് ഇവിടെ പോടാ അങ്ങോട്ട്. ഇത് എന്തൊരു ബംഗാളിയാണോ ഇത്? ഇവിടെടാ, ഇവിടെ ഇറങ്ങ ഇറങ്ങ്. ദാ ഇവിടെ നിന്ന് ആ മൂല വരെ ചെത്തി വൃത്തിയാക്കിയിട്. ഇവന്റെ അടുത്ത് മലയാളത്തില് തൂ ഏ കാം കരോ, ഉസ് സൈഡ് പൂരാ ക്ലീൻ കരോ, ബോഡി ദഹിപ്പിക്കാൻ. ഹേ ജൽദി താരാതാരി. ഓ അവനെ കൊണ്ട് കൂടെ മുറിപ്പിക്കണം. അത് മുറിക്കണ എന്തിന്? അല്ലെങ്കിൽ ബോഡി എത്തുമ്പോൾ ഒരു കത്തലുമില്ല, അതങ്ങ് ദൂരയിലേ വെക്കണത്. ആ പറ്റി നാട്ടിന് തോല് വെട്ടിക്കാൻ. കള്ള കേണവായി തൂ കാം കരോടാ ജൽദി. പോയി പോയി, തോലൊന്നുമില്ല. താരാതാരി. നിന്റെ വീട്ടിൽ എന്തേടി കൊട്ടും ബഹളമൊക്കെ? തൊട്ടിപ്പുറത്ത് മരിപ്പ് വീടായിട്ട്. ആ ചെറുക്കൻ പറഞ്ഞ ഒന്നും കേൾക്കൂല. ഞാൻ എന്ത് ചെയ്യട്ട്? ഹോ, അടുത്ത ഞായറാഴ്ച നിശ്ചയം നടത്താനിരുന്ന വീടാണിത്. സത്യം, അന്നേരം തന്നെ ഇത് വന്നല്ലെന്നാണ്. നല്ല മരണമല്ലേ, നിന്ന നിപ്പി വീണങ്ങ് തീർന്നു. കിടന്നു പോയാലല്ലേ പാട്. അത് പിന്നെ സാവിത്രി ചേച്ചിക്ക് അങ്ങനെയല്ലേ വരുള്ളൂ. ഒരു പഞ്ചപാവല്ലായിരുന്നാ ചേച്ചി. ഇന്നത് വരെ ആരെടുത്തും ഒരു മുഷിച്ചില്ല. ഇച്ചു പോന്ന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരെടുത്തും. അത് ഞങ്ങളും ഇവരുമായിട്ട് കേസ് കിടക്കുന്ന സമയത്ത് സാവിത്രിമാമി കണ്ടാൻ മിണ്ടുകയും ചെയ്യും. ചക്കയൊക്കെ ഉള്ള സമയത്ത് അടുത്തോണ്ട് പോടി നിൻ്റെ കൂടെ പറയുകയും ചെയ്യും. അവരെ കാര്യമായോണ്ട് ഞാൻ കയറി വന്ന്. മക്കൾക്ക് രണ്ടുപേർക്കും ആ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. തള്ളയെത്തിട്ട് നേരെ ഒന്നും കരയണ പോലുമില്ല. ആ കേസ് പിന്നെ എന്തരായടി? കേസ് ഞങ്ങൾ ജയിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് വഴി കിട്ടുകയും ചെയ്ത്. പക്ഷെ എപ്പോഴും നടന്നേ വീട്ടിൽ ഇറങ്ങാൻ പറ്റൂ. ഒരു സൈക്കിൾ പോലും പോകില്ല. ഏടി, അവരവരെ പെരേടത്തിൽ കൂടെ നിനക്ക് വഴി തന്നതും പോരാ, ഇനി ലോറി പോണ വഴി വേണോ? നീ മനഃപൂർവ്വമല്ല നിന്റെ വീടിന്റെ പുറവശത്തെ വഴി കെട്ടി അടച്ചിട്ട് കേസിന് പോയത്. എങ്കിൽ കാര്യമായിപ്പോയി. കാലങ്ങളായിട്ട് ഞങ്ങൾ നടക്കണ വഴി ഞങ്ങൾക്ക് കിട്ടാനുള്ള തന്നെ. അത് ഞങ്ങളുടെ അവകാശം തന്നെ. ഓ, നീ പിന്നെ ഒരു മജിസ്ട്രേറ്റ്. മരിപ്പ് വീടാണ്, മിണ്ടാരി അവിടെ. പക്ഷെ ഇതിപ്പോ എന്തരായാലും നിന്റെ വഴിയുടെ തലയ്ക്കെ കൊണ്ടിട്ടാണല്ലോ സാവിത്രി വെച്ച് കത്തിക്കാൻ പോണത്. എവിടാ? ദോ അവിടെ ചെന്ന് നോക്ക്, ഒരുത്തൻ നിന്ന് വെട്ടി വൃത്തിയാക്കണത്. എന്നാലും അവരെ പെരത്തിട്ടാവുമ്പം അവരെ പെരേടത്തിൽ തന്നെങ്കിലും നമുക്കുള്ള വഴിയിൽ ചേർത്തിട്ടേ കത്തിക്കാൻ പറ്റുള്ളൂ. വേറെ എന്തുമാത്രം പെരേടം കിടക്കണം അവക്കൊക്കെ. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാണ് അവിടെ ഇട്ട് കത്തിക്കാൻ പറ്റൂലെന്ന്. ദാണ്ടേ രാത്രി അതുവഴി ഇറങ്ങി വരുമ്പോ സാവിത്രിമാമി ബേന്ന് പറഞ്ഞോണ്ട് നിൽക്കും, ചുണ്ണാമ്പ് ചോദിച്ചോണ്ട്. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറയണ, അതാ ഞാൻ പോയി പറയണ? അത് പിന്നെ എന്തോന്ന് കുമാറേ, മാമൻ അടക്കിയത് അവിടെയല്ലേ, അവിടെ തന്നെ മാമി അടക്കണമെന്ന് മാമി പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാ ഈ പ്രസന്റ് എങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെയാണ? അവന്റെ വഴിയിട്ടല്ലല്ല, നമ്മുടെ വസ്തുലല്ലേ, അതിന് അവനെന്ത്? അണ്ണാ ആ ഒരു ടൈപ്പ് അല്ലേ, വെറുതെ മരിപ്പായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലേ. നമുക്കൊന്ന് എവിടെ നിന്ന് മാറ്റി കൊടുത്താ എന്ത്? വെറുതെ അവൻ അലമ്പ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാ കുമാർ അത് നോക്കി ചെയ്യാട്ടാ. അണ്ണ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ചെല്ലണം. ഞാൻ ആംബുലൻസ് കിടന്ന് വരാം. അണ്ണൻ ചെല്ലണം, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇതിന്റെ അടിമൊത്തം പാറയടാ.
എന്തായാലും നന്നായടാ, നമുക്ക് കുറച്ചേരം കൂടെ നിൽക്കാല്ലേ. എടാ ശരിക്കും ഈ പണിയേണ്ട വന്ന ഞാൻ ഇറങ്ങി ഓടുവളിയാ. ആരും വരില്ലളിയാ, അതൊക്കെ ഞാൻ എപ്പോഴേ ബ്ലോക്ക് ചെയ്തു. ഇവിടെ പണിക്ക് വന്ന ബംഗാളിക്ക് ഞാൻ 500 കൊടുത്ത് പറഞ്ഞു വിട്ടു. അഞ്ജലി ഇപ്പൊ കാണാൻ ഭയങ്കര ഭംഗിയാളിയാ. അവളാ കരഞ്ഞിട്ട് മൂക്ക് വീണെന്നൊക്കെ കാണണം. ഏസ്തറ്റിക്ക് ഇവളാണ് അളിയ എൻ്റെ പെണ്ണ്. ഡേ ആരൊക്കെയാ വന്നടേ? ഞാൻ അങ്ങോട്ട് നിൽക്കേ. നീ എന്തായാലും ഇവിടെ പണി, ഞാൻ പോയി അവളെ കളച്ചിട്ട് വരാം. ഭയ്യാ ഉദർ 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 കരോ. ബംഗാളെ ഇവിടെ വേണ്ട, നീയേ ദോ ആ മൂലയിൽ പോയി, ദോ ഓ മൂലമേ പോയി കാം കരോടാ. ആ മൂല നീ പറഞ്ഞു വിട്ടാ അത് കന്നിമൂലയാണ്. പേരേടത്തിന് എന്തോന്ന് കന്നിമൂല? അറിഞ്ഞൂടെ നീ സംസാരിക്കാൻ പോവൻ. പേരേടത്തിന് കന്നിമൂല ഇല്ലെന്നാ. മാമ മരിച്ച ഞങ്ങളെ സഹോദരി എന്നെ സമ്മതിച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിലും കയറി മേലെ ഉടക്കാൻ നിൽക്കല്ലേ. പോടാ കന്നിമൂല കന്നിമൂല. എടാ പോടാ ഇറക്കാം ജൽദി തരക്ക്. മാമ നിങ്ങൾ പോയി. ഹലോ, നീ എന്താ എന്നെ വിളിച്ച് പറയുന്നേ? അത് അച്ഛൻ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ്. അച്ഛൻ വിളിച്ചു, അത് ഓക്കെ, പക്ഷെ നിനക്കൊന്ന് വിളിക്കായിരുന്നല്ലോ. നീ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. കണ്ടോ, നിനക്കിപ്പോൾ എന്തൊക്കെയോ മാറ്റമുണ്ട് അഞ്ജലി. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പോലെയല്ല നീ ഇപ്പോൾ. ചേട്ടാ, ഇവിടെ എൻ്റെ അമ്മയാണ് മരിച്ചത്. രാവിലെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്കിപ്പോൾ കിടന്ന് അടികൂടാനൊന്നും വയ്യ. ഞാൻ അടികൂടാൻ വന്നോ? എന്തായാലും ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആളെയല്ല നീ ഇപ്പോൾ. അവിടെ എന്താ ഒരു ശബ്ദം കേൾക്കുന്നേ? ബാൻഡ് മേളും. അഞ്ജലി, നീ ഇപ്പം എവിടെ നിൽക്കുന്നേ? ഞാൻ എൻ്റെ വീട്ടില്. പിന്നെ അവിടെ എങ്ങനെ ഈ ബാൻഡ് കേൾക്കുന്നേ? അവിടെയൊക്കെ മരണ വീട്ടിൽ ബാൻഡ് വായിക്കോ? ആ വായിക്കും. ഇത് എൻ്റെ വെടിക്കെട്ടും ഉണ്ട്. എന്ത്? അത് അപ്പുറത്തെ വീട്ടിലും അവരെന്തോ പ്രാക്ടീസ് ചെയ്യണയാണ്. നിനക്കിത് ആദ്യമേ പറഞ്ഞൂടെ? ചേട്ടാ ഇവിടെ എന്നെ വിളിക്കണം, ഞാൻ വെച്ചോട്ടാ. ഞാൻ ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിക്കാം. നിക്ക് നീ ഇപ്പം തന്നെ എൻ്റെ അമ്മ അച്ഛനെ വിളിച്ചേക്കണം, മനസ്സിലായോ? ഓ, പന്തളത്തുനിന്ന് അവർ വരും എന്ന് പറഞ്ഞ അരീന്ദ്രായി. ആ അതന്നെ, അവർ 12:40 കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3:30 ബോഡി എടുക്കാം. അതിന് 2 മണിക്ക് ബോഡി എടുക്കാൻ അവൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ തീരുമാനമൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ 3:30 മണിക്ക് ബോഡി എടുക്കും. എന്ത്? അല്ല, അതണ്ണ തീരുമാനിച്ചാൽ മതി. അവന്മാർക്ക് എന്താ ഭ്രാന്താ? ഇവിടെ വിട്ടാ നേരത്തെ അവിടെ പോകാൻ പറയും, അവിടെ വിട്ടാ നേരത്തെ ഇവിടെ വരാൻ പറയും. പുല്ല് നിന്റെ അവളെ അമ്മൂമ്മ അടക്കാൻ എന്നെ അടക്കേണ്ടി വരും. നീ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. ഇനി അഡ്ജസ്റ്റ് കൂടെ ചെയ്യണോ ഞാൻ? ആർക്ക്? നീ കൂടെ ഒന്നും നില്ലേ? ഞാനല്ല. ഇല്ല. ഇനി എണ്ണം വിട്ടു. 7 കൊല്ലം ആദ്യ കോടതി കയറി ഇറങ്ങിയിട്ട് കിട്ടിയ വഴിയാണ്. അവിടെ കൊണ്ടിട്ട് ഉണ്ടാക്കാൻ കിട്ടിയുള്ളൂ അവക്കൊക്കെ. നോക്കിക്കോ. അവക്കൊക്കെ എവിടൊക്കെ പെരേട കിടക്കണേ, എന്നിട്ട് അവിടെ കൊണ്ടിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. അവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. നിന്റെ അടുത്തൊക്കെ എന്റെ എണ്ണ ഇവിടെ വന്ന് പറഞ്ഞല്ലേടാ അവിടെ എനിക്ക് പറ്റൂലെന്ന്. ശക്തിച്ചേട്ടനല്ലേ അത്? എടി ശക്തിച്ചേട്ടൻ. ഏത്? കോളേജിലെ സീനിയറാണ് ആ ചേട്ടൻ, ആ ചുവന്ന ഷർട്ട്. ഓ അതിവിടെ പണിക്ക് വന്ന ആരാണ്? അല്ല, ടിറ്റു ശക്തിച്ചേട്ടൻ. ഈ വേട്ടവാളിനുണ്ടോ? എനിക്ക് വയ്യത്. ഇതെല്ലാം കൂടി പ്രശ്നമെന്ന് തോന്നണം. ഈ വഴി തന്നെ ഇവര് തന്ന വഴിയല്ലേടി? കേസ് കൊടുത്ത് വാങ്ങിച്ച വഴിയാണ്. അവര് വഴി തന്നെ പോലും. വിളിച്ചോണ്ട് പോ. എന്തൊരു വിളിച്ചോണ്ട് പോയി? അവരെ അവിടെ ഇട്ട് കത്തിക്ക് നോക്കി, അതിനു മുമ്പ് അമ്പിയെ കത്തിക്കണം. സതീശ വേറെ ആരുമല്ല, കരയവും പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. പ്രസിഡന്റ് പ്രധാനമന്ത്രിയാന്ന് എനിക്കറിയണ്ട. ഇത് ഇപ്പൊ എന്റെ വഴിയെടുത്തുന്ന മാറ്റിലേക്ക് നീയൊക്കെ സ്വപ്പം വിവരം അറിയും. പ്രസന്ന അവിടെ കത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്താനും എനിക്കറിയാം. ഒരുത്തനും കത്തിക്കൂല. മുരളി അടിയടാ അവനെ. പിന്നെ മുരളി അണിച്ച് അച്ചി വീട്ടിൽ ഒന്ന് പെറ്റി കിടക്കണം. എവനെ കൊള്ളു നിന്നെ പേടിക്കുമായിരിക്കും. എന്നെ അതിന് കിട്ടൂല. നിനക്ക് ആള് മാറിപ്പോയി. പ്രസന്ന, ഞാൻ എവിടെ കിടക്കട്ടെ? നിന്റെ അവിടെ വന്നില്ലല്ലോ. ഇതൊരു മരണം നടന്ന വീടാണ്. നീ വെറുതെ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. മുരളി ഇനി സംസാരമില്ല, അടിക്കാവനെ. എന്റെ അണ്ണ, നിങ്ങൾക്ക് ഇങ്ങനെ നടുവേണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞല്ലേ. പറഞ്ഞാലും മനസ്സിലാവില്ല, വല്ലമാരെ വാക്കും കേട്ടും. പ്രസന്ന, മാമൻ അടക്കി അവിടെയുണ്ട്. അന്ന് വെച്ച തെങ്ങ് മുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ വഴിയുന്നത്. മാമനെ ഞങ്ങൾ എവിടെ അടക്കിയോ അതിൻ്റെ അടുത്ത് തന്നെ മാമിയെ ഞങ്ങൾ അടക്കും. അതെന്ത്? മാമന്റെ അടുത്ത് കിടന്നാലേ നിന്റെ മാമി കുറക്കാൻ വരുള്ളൂ. പ്രസന്ന അടിയവനെ, അടിക്കാവനെ. നീ ഒന്നടിച്ച് നോക്കിയാണ്. ആ പ്ലാഗം കൂടി അവനെ അടിയാ. പ്രസിഡന്റ് ആണോ പറഞ്ഞത്? അടിയവനെ.
അയ്യോ എടാ എന്നാ എന്നെ ഇവിടെ കടിച്ചിട്ട് സമാധാനമായിട്ട് അവിടെ അടക്കാൻ പറ്റുമോ നിനക്കൊക്കെ തോന്നണ പറഞ്ഞേ. ഈ പ്രസന്ന ആരാണെന്ന് നീയൊക്കെ അറിയും. ഇന്നവരെ അടക്കാൻ പറ്റാതെ നീയൊക്കെ അവിടെ കിടന്ന് ഓടും. പ്രസന്ന ഉണ്ടോ അത്? മാമിക്ക് മര്യാദയ്ക്ക് ഒരു അടക്കം എനിക്ക് കൊടുക്കണം. എന്നെ മരുമോനായിട്ടല്ല, ഞാൻ മോനായിട്ടാണ് മാമി കണ്ടിട്ടുള്ളത്. അണ്ണൻ ധൈര്യമായിട്ടിട്ട് നമ്മളൊക്കെ ഇല്ലേ? കുമാരവാട ഇല്ലടാ. ഓ ഇല്ലണ്ണ, അങ്ങനെ രസേല ഞാൻ ഇരിക്കൂല. എത്ര നേരം വിളിച്ചിട്ട്? അച്ഛാ താണ്ടേ ശ്രീകാര്യത്ത് ഗ്രൗണ്ട് ഇരിക്കായിരുന്നു. എങ്ങും പൊക്കളയിൽ ഇവിടെ തന്നെ കാണണം. ഓ ഇവിടെ നിന്നാണ് ഉണ്ണിച്ചേട്ടൻ ലീവ് കിട്ടൂല. അപ്പം നീ വേണം ക്രമം ചെയ്യാനുള്ളത്. അകത്ത് എവിടെയെങ്കിലും ഇരി, അല്ല സമയത്ത് തിരക്കിടക്കാനൊന്നും പറ്റൂല. ഏത് നേരം നോക്കിയാലും ഗെയിം കളിയാണ്. അത് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ പോലും എടുക്കൂല. കട്ടായി കളിയൊന്നേ. കുട്ടത്തി പ്രസന്റിന്റെ വേഷ കെട്ടിയടി കൊള്ളാം. പ്ലച്ചെന്ന് കേട്ടു മാമി. ഒരു 5 കിലോ ഒരു അടി. പ്രസന്റ് അണ്ണും പിച്ചും കൂടെ ആ ചെമ്പി കുഴിച്ചെന്നങ്ങ് വീണ്. മുരളി അടി അടിച്ചത് ആ അല്ല, കരയോഗത്തിലൊക്കെയുള്ള സതീശണ്ണനെ. മറ്റേ സതീശൻ എന്ന് പറയുമ്പോ എന്തൊരു നിനക്കൊരു ഇളക്കം. ഓ ഇനി ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. ഇനി ഇത് വല്ല കേസ് വഴക്കമാറ്റാവോ? എന്തോ വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പ്രസന്റ് ഒമ്പിക്ക് ആളുകളിൽ നടന്ന് അടിവാഞ്ചി പിടിക്കാനായിട്ട്. നീ ഒറ്റ ഒരുത്തിയല്ലേ ഇവിടെ ഇരുന്ന് അമ്പയെ പറഞ്ഞിളക്കി ഇത്രയും ആക്കി വെച്ചത്? ഇത് ഞാൻ എന്തിനു പറഞ്ഞെന്ന്? നിങ്ങളെ വഴിയിൽ അരിവിലിട്ടാണ് കത്തിക്കണേന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അവിടെ ചെന്ന് കിടന്ന് അടിയുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ? അത് കൊള്ളാം. ഇപ്പൊ പ്രശ്നം മൊത്തം എന്റെ മണ്ടയ്ക്കായ. സതീശ, എന്താണ് നീ എന്തിനാ അവനെ അടിക്കാൻ പോയത്? അണ്ണനല്ലേ പറഞ്ഞ അടിയടാന്ന്? ഞാൻ മുരളിയുടെ അടുത്തല്ലേ അടിക്കാൻ പറഞ്ഞത്, നിന്റെ അടുത്തല്ലല്ലേ. ഞാൻ മുരളിയെ കൊണ്ട് അടുപ്പിച്ചാനല്ലേ. അത് അല്ലണ്ണ, അത് പിന്നെ എന്തോന്ന് പിന്നെ? എടാ മുരളിയല്ലേ അടിക്കേണ്ടത്. നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട സതീശ. ഇനി ശ്രദ്ധിക്കണ്ണ. പ്രസന്നം വല്ല കേസിനും പോയല്ലേ. ഞാൻ പറഞ്ഞിട്ടാണ് അടിച്ചത്, നീ പറയൂ. ഞാൻ പറയണ. എടാ പറയരുതെന്ന് തന്നെ. ഇത് പാപ്പട കുഴപ്പമാവൂല്ലേ. അഞ്ചിൽ നമ്മളെ കണ്ടെന്ന് ഇപ്പൊ വിളിച്ച് ഇവിടുന്ന് പോവാൻ പറഞ്ഞോളിയാ. വാ പോന്നില്ല. ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോവുള്ളൂ. അവളാണെങ്കിൽ ഇപ്പൊ വീണ്ടും ബാക്കിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവളെ മുമ്പ് ഒന്ന് കരയട്ടാളിയാ. നീ കരയെ പിടിക്കുക ചിരിക്കുക എന്തോണോ ചെയ്തോളിയാ. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. നീ ഇങ്ങനെ തളരല്ലേ. നീയല്ലേ എന്നെ ഒന്നും മോട്ടിവേറ്റ് ചെയ്യണ്ട. എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടെ. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. 2 മണിക്കൊന്നും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ 3:30 എങ്ങനെ ആവണത്? അത് പിന്നെ എന്തൊരു എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു. മുരളി 3:30 എടുക്കണത് എന്ത്? 2 മണിക്കൊന്നും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ട് മാറ്റിയെന്ത്? എന്തൊരു പാടാ. പിന്നെ ഇനി അവരടക്കാൻ നേരത്ത് ഈ പ്രസന്നം വന്ന് വല്ല കലിപ്പുണ്ടാക്കുവോ? അവനായിട്ടൊന്നും പറയാൻ പറ്റൂലണ്ണ. പന്തളത്ത് നിന്ന് അവർ വരുമ്പോൾ ഇവിടെ കാര്യങ്ങൾ നീറ്റായിരിക്കണം. അല്ലാതെ അടിയും വെള്ളവും വഴക്കൊക്കെ അവർ കണ്ടു കഴിഞ്ഞാലേ ആകെ നാണക്കേടാണ്.
ചിലപ്പോൾ ഈ കല്യാണം തന്നെ മുടങ്ങി പോയിന്ന് വരും. ഇപ്പൊ എത്രയും പറ്റുന്ന ഡേ സുധാര മാമൻ അടക്കിയെടുത്ത് തന്നെ ഇവരെ അടക്കണമെന്നൊന്നുമില്ല, മനസ്സിലായ? അണ്ണാ അത് നിന്റെ കൊച്ചിന്റെ കല്യാണം ആലോചിച്ചിട്ടാണ്, അല്ലാതെ ഈ ഏപ്പരാജ് പ്രസന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ഡേ ഭായി സുനോ, യഹാ നഹി വഹാ നഹി ഉദറേക്ക് ആഞ്ഞിലി മൂടുക ഉദർ. അവിടെ പോയി വൃത്തിയാക്ക്. പോ ജൽദി ജാവടാ. ഡേ നമ്മാട്ടി നിന്റെ അച്ഛൻ എടുത്തോണ്ട് വരുമോ?